ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ളൊരു സ്കില്ലാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓരോ ബിസിനസ്സിനെയും അവരുടെ ടാർഗറ്റ് ഓഡിയൻസായിട്ട് മൾട്ടിപ്പിൾ രീതിയിൽ കണക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് തരുന്നുണ്ട്. പക്ഷേ പലർക്കും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് വ്യത്യസ്ത രീതികളുണ്ടെന്നും അതിന് ഓരോന്നിനും ഓരോ പർപ്പസ് ഉണ്ടെന്നും തിരിച്ചറിയത്തില്ല. നിങ്ങൾ നിങ്ങളുടെ ബ്രാൻഡ് അവയർനെസ് കൂട്ടാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ വെബ്സൈറ്റിൽ ട്രാഫിക് കൂട്ടാൻ ആഗ്രഹിക്കുന്നു, ലീഡ് ജനറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ സെയിൽസ് കൺവേർട്ട് ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നു, എല്ലാത്തിനും ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസും ഡിഫറെൻറ്റ് രീതികളുമുണ്ട്. ഇന്ന് 2024 എത്തിക്കുമ്പോൾ ട്രഡീഷണൽ മാർക്കറ്റിംഗ് മീഡിയംസായ ബിൽ ബോർഡ്സ്, ന്യൂസ് പേപ്പർ, TV ആഡ്സ് എല്ലാത്തിൻ്റെയും പ്രാധാന്യം ദിനം പ്രതി കുറഞ്ഞു വരികയാണ്. അതിനു പകരം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ പ്രസക്തി വളരെ അധികം വർദ്ധിച്ചിട്ടുണ്ട്. പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഓരോ ക്യാമ്പയിൻസും നമുക്ക് മെഷറബിൾ ആണ്, ഡേറ്റ അവൈലബിൾ ആണ്, എത്രത്തോളം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ നമുക്ക് ചുരുങ്ങിയ ബഡ്ജറ്റിൽ പോലും ചെയ്തു തുടങ്ങാമെന്നുള്ള പ്രത്യേകതകളാണ്. ഇന്നത്തെ വീഡിയോ പ്രൊഫഷണൽസിനും ഇൻഡിവിജ്വൽസിനും ബിസിനസ്സുകാർക്കും എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഗ്യാരണ്ടി പറയുന്നത് നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ വ്യത്യസ്ത രീതികളെക്കുറിച്ചും അതിൻ്റെ പർപ്പസ് എന്താണെന്നും അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചൊരു ഓവറോൾ ഔട്ട്ലൈൻ കിട്ടും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ കൃത്യമായി ടാർഗറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. സോ ഇന്നത്തെ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ എങ്ങനെ സെയിൽസ് കൂട്ടാം, ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണമെന്നും ഏത് മേഖലയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നും എങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയിൽ വർക്ക് ചെയ്യുന്നവരെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ഒപ്റ്റിമമായിട്ടൊരു ക്യാമ്പയിൻ ഒപ്റ്റിമൈസ് ചെയ്യാമെന്നും അതിൽ പെർഫോമൻസ് കൂട്ടാം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഈ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സാഹിർ. ഈ ചാനൽ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, അക്കൗണ്ടിംഗ്, ഡേറ്റാ സയൻസ്, ഡേറ്റ അനലിറ്റിക്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ടെക്നോളജി, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്, മേൺസ്റ്റാങ് തുടങ്ങിയ വീഡിയോയിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. എഡ്യൂർ ലേണിംഗിൻ്റെ എയിം തന്നെ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്കും കരിയർ ഗ്യാപ്പ് എന്നവർക്കും ഒരു IT കരിയർ എനേബിൾ ചെയ്യുക. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ഏതെങ്കിലും മേഖലയിൽ ജോബ് നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് വിത്ത് us at 97462123. So once again, I'm Sahir. Welcome to the video of Edure Learning. നമ്മൾ ഇതിനു മുമ്പുള്ള പല വീഡിയോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. എന്നിരുന്നാലും നമുക്ക് ഒരിക്കൽ കൂടി ഡിജിറ്റൽ മാർക്കറ്റിംഗ് കുറിച്ച് ലീഡിംഗ് മാർക്കറ്റിംഗ് എക്സ്പേർട്സ് എന്താണ് പറയുന്നതെന്ന് നോക്കാം. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ ലോകത്തിലെ തന്നെ പ്രമുഖമായിട്ടുള്ള മാർക്കറ്റിംഗ് എക്സ്പേർട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒരു മാർക്കറ്റിങ്ങിൻ്റെ കമ്പോണൻ്റ് ആണ്. അതിലൊരു പ്രൊഡക്റ്റിനെയും സർവീസിനെയും മാർക്കറ്റ് ചെയ്യാൻ ടെക്നോളജിയോ ഓൺലൈൻ മീഡിയംസോ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ഒന്നും കൂടെ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ കമ്പോണൻ്റ് ഓഫ് മാർക്കറ്റിംഗ് ദാറ്റ് യൂട്ടിലൈസസ് ദ ഇൻ്റർനെറ്റ് ആൻഡ് അതർ ടെക്നോളജീസ് ടു പ്രൊമോട്ട് പ്രോഡക്റ്റ് ആൻഡ് സർവീസസ് എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് നമുക്ക് ബേസിക്കലി 6 വ്യത്യസ്ത ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ, നിങ്ങൾ എവിടെ കോഴ്സ് തിരഞ്ഞെടുത്താലും ഈ 6 കാര്യങ്ങൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട്, പ്രാക്ടിക്കലായിട്ട് പഠിപ്പിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് ഇത്തരം കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡ്യൂർ ലേണിങ്ങിനെ സമീപിക്കാവുന്നതാണ്. ഡിജിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസ് അല്ലെങ്കിൽ SEO കുറിച്ചാണ്. ഓർഗാനിക് ടെക്നിക്സും സ്ട്രാറ്റജീസും ടാക്ടിക്സൊക്കെ ഉപയോഗിച്ചൊരു വെബ്സൈറ്റിൻ്റെ റാങ്ക് സെർച്ച് എഞ്ചിനിൽ കൂട്ടുന്നതിനാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ഓർഗാനിക് എന്ന് പറഞ്ഞാൽ മോണിറ്ററി ഇൻസെൻറ്റീവ്സ്, അതായത് കാശ് മുടക്കാതെ ഒരു വെബ്സൈറ്റിൽ ട്രാഫിക് കൊണ്ടുവരുന്ന ഒരു മെത്തഡോളജി എന്നാണ് ഉദ്ദേശിച്ചത്. നമുക്ക് ഒരു വെബ്സൈറ്റിനെ സെർച്ച് എഞ്ചിൻ അനുസരിച്ച് ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് പറയുന്നത് ആ ഓരോ സെർച്ച് എഞ്ചിനും അതിൻ്റേതായിട്ടുള്ള അൽഗോരിതംസ് ഉണ്ട്. അപ്പോൾ ഒരു പർട്ടിക്കുലർ എക്സാമ്പിളാണ് ഗൂഗിളിൽ നമ്മളൊരു വെബ്സൈറ്റിനെ ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ അൽഗോരിതം അല്ലെങ്കിൽ ഗൂഗിൾ എന്ന സെർച്ച് എഞ്ചിൻ്റെ അൽഗോരിതത്തിനനുസരിച്ചിട്ട് നമ്മുടെ വെബ്സൈറ്റിനെ ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സെർച്ച് എഞ്ചിൻ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിന് ഒരു പർട്ടിക്കുലർ മാർക്കറ്റ് ലീഡറാക്കാൻ പോലും പറ്റും. ഒരു സെർച്ച് എഞ്ചിനിൽ നിങ്ങളുടെ വെബ്സൈറ്റ് റാങ്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഏതാണോ ആ മേഖലയിലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള റിലവൻ്റ് ആയിട്ടുള്ള കോണ്ടൻറ്റ് ആ വെബ്സൈറ്റിലും അനുബന്ധ വെബ്സൈറ്റുകളിലും പബ്ലിഷ് ചെയ്താൽ മാത്രം മതിയാകും. ഇത്തരത്തിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്ത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണോ അല്ലെങ്കിൽ അവർ എന്തൊക്കെ തരത്തിലുള്ള പ്രോബ്ലംസ് ആണോ ഫേസ് ചെയ്യുന്നത് അതനുസരിച്ചുള്ള കോണ്ടന്റ് ജനറേറ്റ് ചെയ്യാം. ഇനി SEO റാങ്ക് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ പറയാം. SEO ചെയ്യാനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഡിഫറെൻറ്റ് ടൂൾസ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ വെബ്സൈറ്റിനെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത് ചെയ്യേണ്ടത് നിങ്ങളുടെ ബിസിനസ് നിഷിൽ ഉള്ള കൃത്യമായിട്ടുള്ള കീവേഡിനെ കുറിച്ച് അനലൈസ് ചെയ്യുക. അതിനായിട്ട് ഗൂഗിൾ കീവേഡ് പ്ലാനർ പോലുള്ള ഫ്രീ ടൂൾസ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് കീവേഡ് അനലൈസർ ടൂൾസ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അതിൽ ഏതെങ്കിലും ഒരു ടൂൾ ചെന്നിട്ട് നിങ്ങളുടെ വെബ്സൈറ്റ് അഡ്രസ്സോ നിങ്ങളുടെ നിഷിനെ കുറിച്ചോ കൊടുത്തിട്ട് കൃത്യമായിട്ടുള്ള കീവേഡ്സ് ഏതൊക്കെയാണെന്നുള്ള അനലൈസ് ചെയ്യുകയാണ്. അതിനുശേഷം നിങ്ങൾ കണ്ടുപിടിച്ച കീവേഡിനനുസരിച്ചിട്ടുള്ള ഹൈ ക്വാളിറ്റി റെലവൻ്റ് ആയിട്ടുള്ള കോണ്ടൻറ്റ്സ് ജനറേറ്റ് ചെയ്യുക. അത് നിങ്ങളുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുക. പബ്ലിഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ കോണ്ടൻറ്റിന് സബ് ഹെഡിങ്, മെറ്റാ ടാഗ്സ് എന്നിവ കൊടുക്കുക എന്നുള്ളതാണ്.
ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ടതെന്ന് ഇതുപോലത്തെ കണ്ടന്റ് നിങ്ങളുടെ വെബ്സൈറ്റിൽ മാത്രമല്ല വേറെ അനുബന്ധ വെബ്സൈറ്റുകളിലും നിങ്ങൾക്ക് കുറച്ച് ഡൊമൈൻ റിലവൻസിയുള്ള ഡൊമൈൻ ക്രെഡിബിലിറ്റിയുള്ള വെബ്സൈറ്റിലും ഇടുക എന്നുള്ളതാണ്. അതിനുശേഷം ഈ വെബ്സൈറ്റിൽ എങ്ങനെയാണ് ഈ കോണ്ടന്റ് വർക്ക് ചെയ്യുന്നുള്ളത് ക്ലോസ്ലി അനലൈസ് ചെയ്യുക. SEOയ്ക്ക് വേണ്ടി കോണ്ടന്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഷോർട്ടും നിങ്ങളുടെ ടോപ്പിക്കിലെ കീ കോണ്ടന്റും റിലേറ്റഡ് ആയിട്ടുള്ള URLs ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മേൽപ്പറഞ്ഞ സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് റിപ്പീറ്റീവായിട്ട് ചെയ്തു കഴിഞ്ഞാൽ 3 മാസത്തിന് ശേഷം നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ റാങ്കിങ് സെർച്ച് എഞ്ചിനിൽ കൂടി വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. സെർച്ച് എഞ്ചിനിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കീവേഡിൽ നമ്മളുടെ വെബ്സൈറ്റ് റാങ്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ടാർഗറ്റ് ഓഡിയൻസിൻ്റെ നമ്മളുടെ ബ്രാൻഡും ഗുഡ്വില്ലും ഒക്കെ കൂടും എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. ഇനി നമ്മൾ സെർച്ച് എഞ്ചിനിൽ ഒരു വെബ്സൈറ്റ് റാങ്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അത് പല വെബ്സൈറ്റിനും പല ക്രൈറ്റീരിയാസ് ആണെങ്കിലും പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അൽഗോരിതംസ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഗൂഗിളാണ്. നമുക്ക് ഗൂഗിളിനെ ഒരു എക്സാമ്പിളായിട്ട് കണ്ടിട്ട് അവിടെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്കിനി മനസ്സിലാക്കാം. ഗൂഗിൾ ആദ്യമായി ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ പബ്ലിഷ്ഡ് കോണ്ടന്റിൽ എങ്ങനെയാണ് കീവേഡ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു പേജിൻ്റെ റിലവൻസ് ഒരിക്കലും കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ പേജിൽ എത്രത്തോളം തവണ ഒരു കീവേഡ് വന്നിട്ടുണ്ട് എന്നുള്ളത് കണക്കാക്കിയല്ല, മറിച്ച് ആ പേജിൽ എത്രത്തോളം ടാർഗറ്റ് ഓഡിയൻസിൽ കസ്റ്റമേഴ്സിന് റിലവൻ്റ് ആയിട്ടുള്ള കോണ്ടന്റ് ഉണ്ട് എന്നുള്ളത് കണക്കാക്കിയിട്ടാണ്. ആർട്ടിക്കിളിൽ കീവേഡ് ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ പലരും കരുതുന്നത് മൾട്ടിപ്പിൾ ടൈംസ് ആ പേജിൽ കീവേഡ് വന്നാൽ എത്രത്തോളം തവണ ആ പേജിൽ കീവേഡ്സ് വരുന്നു അത്രത്തോളം ഗൂഗിൾ റാങ്ക് ചെയ്യാൻ പോസിബിലിറ്റി കൂടുമെന്നാണ്. എന്നാൽ അതൊരിക്കലും ശരിയല്ല. മാക്സിമം നിങ്ങളുടെ പേജിൽ 0.2 to 3% മാത്രമേ കീവേഡ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതിന് കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിനെ സ്പാമായിട്ട് ഗൂഗിൾ കൺസിഡർ ചെയ്യും. രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ലിങ്ക് ബിൽഡിങ്ങിനെ കുറിച്ച് SEO എക്സ്പേർട്സ് പലപ്പോഴും പറയുന്നതാണ് ലിങ്ക് ബിൽഡിങ്ങിനെ കുറിച്ച്. ഒരു സെർച്ച് എഞ്ചിനിൽ ഒരു കീവേഡ് റാങ്ക് ചെയ്യണമെങ്കിൽ അതിന് 2 തരത്തിലുള്ള ലിങ്ക് മാൻഡേറ്ററി ആണ്. ഇന്റേണൽ ലിങ്കും എക്സ്റ്റേണൽ ലിങ്കും. ഇന്റേണൽ ലിങ്ക് എന്ന് പറയുന്നത് ബ്ലോഗ് പേജസിൻ്റെ ബാക്കി പേജസുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. ഇതിലൂടെ വെബ്സൈറ്റിൻ്റെ ട്രാഫിക് വർദ്ധിക്കും. എക്സ്റ്റേണൽ ലിങ്ക്സിനെ ബാക്ക് ലിങ്ക്സ് എന്നും പറയാൻ കഴിയും. ഇതിലൂടെ ഒരു സ്പെസിഫിക് ടോപ്പിക്കിൽ നിങ്ങളുടെ ബ്രാൻഡ് റെപ്യൂട്ടേഷൻ കൂട്ടാൻ കഴിയും. ബാക്ക് ലിങ്ക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ കോണ്ടൻറ്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയെക്കുറിച്ച് നിങ്ങളുടെ കീവേഡ്സ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന കീവേഡിനെ കുറിച്ച് മറ്റു പല വെബ്സൈറ്റുകളിലും ചെന്ന് പബ്ലിഷ് ചെയ്യുന്നതിനെയാണ്. പിന്നെ നിങ്ങൾ SEO ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന വേറൊരു പ്രധാന കാര്യമെന്ന് പറയുന്നത് ബ്രോക്കൺ ലിങ്ക്സ് അല്ലെങ്കിൽ ഡു നോട്ട് എക്സിസ്റ്റ് പേജുകൾ ഒരിക്കലും നിങ്ങളുടെ വെബ്സൈറ്റിൽ കാണാൻ പാടില്ല എന്നുള്ളതാണ്. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഒട്ടനവധി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇന്ന് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഡിജിറ്റൽ മാർക്കറ്റിംഗിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മോഡ്യൂൾ കൂടിയാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തതാണ് പേപ്പർ ക്ലിക്ക്. നിങ്ങളുടെ പ്രോഡക്റ്റ് ആൻഡ് സർവീസസിനെ ഡിഫറെൻറ്റ് വെബ്സൈറ്റ്സിൽ പേയ്മെൻറ്റ് നൽകി കാണിക്കുന്നതിനെയാണ് പേപ്പർ ക്ലിക്ക് എന്ന് പറയുന്നത്. പേപ്പർ ക്ലിക്ക് എന്ന് വരാൻ പേര് തന്നെ പേര് പോലെ തന്നെ നമ്മൾ ഓരോ തവണയും കാണിക്കുമ്പോഴല്ല പേയ്മെൻറ്റ് നൽകേണ്ടത്, മറിച്ച് നമ്മളുടെ ആഡ് കണ്ട് ആരെങ്കിലും അതിൽ ഒരു തവണ ക്ലിക്ക് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് പേയ്മെൻറ്റ് നമ്മളിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്നത്. ഇത്തരത്തിൽ പേപ്പർ ക്ലിക്ക് ആഡ് റൺ ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ എന്ന് പറയുന്നത്. നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഗൂഗിൾ ഒരു ടേം സെർച്ച് ചെയ്യുമ്പം അതിന് റിസൾട്ടിന് മുകളിലായിട്ട് സ്പോൺസേഡ് എന്ന് പറഞ്ഞ ഒരു ഹെഡ്ലൈനിൽ മൾട്ടിപ്പിൾ വെബ്സൈറ്റ്സ് ഷോക്കേസ് ചെയ്യുന്നത്. ഇതിനെ അതാണ് നമുക്ക് പേപ്പർ ക്ലിക്ക് ആഡ്സിൻ്റെ എക്സാമ്പിൾ എന്ന് പറയാം. ആ ആഡിൽ നമ്മൾ യൂസർ കണ്ടാൽ ഒരിക്കലും കമ്പനിയിൽ നിന്ന് പേയ്മെൻറ്റ് ഡിഡക്റ്റ് ചെയ്തില്ല, മറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും അതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ പേയ്മെൻറ്റ് ഡിഡക്റ്റ് ചെയ്യത്തുള്ളൂ. നിങ്ങളുടെ പർട്ടിക്കുലർ കീവേഡിന് യൂസേഴ്സ് എത്രത്തോളം റെസ്പോണ്ട് ചെയ്യുന്നത് അനുസരിച്ചിട്ടായിരിക്കും അതിൽ നിങ്ങളുടെ ആഡിന് അവർ കോമ്പറ്റീറ്ററിനെ കാട്ടി കൂടുതൽ കാണിക്കണോ കാണിക്കണ്ടേ എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത്. പേപ്പർ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വെബ്സൈറ്റിനും ബ്രാൻഡിനും പെട്ടെന്ന് തന്നെ വിസിബിലിറ്റി കൂട്ടാൻ സഹായിക്കും. പേപ്പർ ക്ലിക്ക് ആഡ് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. റിലവൻ്റ് ആയിട്ടുള്ള കീവേഡ്സിൽ മാത്രം ആഡ് റൺ ചെയ്യുക. നിങ്ങളുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ ചാൻസ് ഉള്ള ടാർഗറ്റ് ഓഡിയൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ലാൻഡിംഗ് പേജ് ഉണ്ടായിരിക്കുക, അപ്പീലിംഗ് അല്ല കോൾ ടു ആക്ഷൻ ഉണ്ടായിരിക്കണം, ക്യാമ്പയിൻ്റെ സ്പ്ലിറ്റ് ടെസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കണം, കൂടാതെ ക്യാമ്പയിൻ്റെ പെർഫോമൻസും ക്ലിക്ക് ത്രൂ റേറ്റും ഒക്കെ എപ്പോഴും ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് കോണ്ടന്റ് മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഘടകമാണ് കോണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇതൊരു ഇൻബോൺ മാർക്കറ്റിംഗ് മെത്തഡോളജിയാണ്. ആവശ്യക്കാരായ ടാർഗറ്റ് ഓഡിയൻസിന് യൂസ്ഫുൾ ഇൻഫർമേഷൻ നൽകി അതിലൂടെ നമ്മളുടെ ബ്രാൻഡ് വിസിബിലിറ്റി കൂട്ടി അതിലൂടെ നമ്മളുടെ ബിസിനസ് കൂട്ടുന്ന മെത്തഡോളജിയാണ് കോണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് നൽകുന്ന ഒരു മെത്തഡോളജിയാണ് കോണ്ടന്റ് മാർക്കറ്റിംഗ്. കാരണം നമ്മളുടെ കസ്റ്റമേഴ്സിന്
അവർ ഉദ്ദേശിക്കുന്ന റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നൽകുമ്പോൾ അവരെ നമ്മൾ റിലയബിൾ സോഴ്സായിട്ട് കാണുകയും നമ്മൾ ഓട്ടോമാറ്റിക്കലി ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. അവർ നമ്മളോട് ബിസിനസ് ചെയ്യാനുള്ള പോസിബിലിറ്റിയും വർദ്ധിക്കും. കോണ്ടന്റ് മാർക്കറ്റിംഗ് ഡിഫറെൻറ്റ് കമ്പോണൻസ് ഉണ്ട്, ലൈക്ക് ഡേറ്റ അനാലിസിസ്, മാർക്കറ്റ് റിസർച്ച്, ദെൻ ഇമേജസ്, വീഡിയോസ്, അല്ലെങ്കിൽ അതുപോലത്തെ ഏത് തരത്തിലുള്ള കോണ്ടന്റ്സ് വേണമെങ്കിലും ആകാം. കോണ്ടന്റ് മാർക്കറ്റിംഗിന് കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. കോണ്ടന്റ് മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഗുഡ് വില്ലും ട്രസ്റ്റും ഒക്കെ ടാർഗറ്റ് ഓഡിയൻസിൽ കൂട്ടുക എന്നുള്ളതാണ്. കോണ്ടന്റ് മാർക്കറ്റിൻ്റെ പർപ്പസിന് റീഡേഴ്സിന് മാക്സിമം വാല്യൂ നൽകുക എന്നുള്ളതാണ്. നിങ്ങൾ യുണീക്ക്, ഒറിജിനൽ ആൻഡ് റിലവൻ്റ് ആയിട്ടുള്ള കോണ്ടന്റ് ജനറേറ്റ് ചെയ്യുന്നതിനാൽ നിങ്ങളുടെ വെബ്സൈറ്റിന് ട്രാഫിക് ഓട്ടോമാറ്റിക്കായിട്ട് വർദ്ധിക്കും. അങ്ങനെ നിങ്ങൾ റിപ്പീറ്റീവായിട്ട് ഇൻട്രസ്റ്റിങ്ങും യുണീക്കും അപ്പീലിങ്ങുള്ള കോണ്ടന്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലീഡായിട്ട് മാറും. അവർ അതുവഴി നിങ്ങളുടെ ക്ലയൻ്റായിട്ട് മാറും. അതിലൂടെ നിങ്ങളുടെ സെയിൽ കൂടുകയും ചെയ്യും. കോണ്ടന്റ് മാർക്കറ്റിംഗ് ബ്രാൻഡ് ബിൽഡ് ചെയ്യാനും ട്രസ്റ്റ് കൂട്ടാനും സഹായിക്കും. കോണ്ടന്റ് മാർക്കറ്റിങ്ങിലൂടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യാനും അവരെ ഫോസ്റ്റർ ചെയ്യാനും നർച്ചർ ചെയ്യാനും അവരിൽ നിന്ന് അവരോട് അപ്സെൽ ചെയ്യാനൊക്കെ സഹായിക്കും. കോണ്ടന്റ് മാർക്കറ്റിങ്ങിലൂടെ സെർച്ച് എഞ്ചിനിൻ്റെ റാങ്ക് കൂട്ടും. ഇനി നമ്മൾ കോണ്ടന്റ് മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയാം. നമ്പർ 1 എന്ന് പറയുന്നത് ഫോക്കസ് ഗ്രൂപ്പ്. നിങ്ങൾ കോണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടി കോണ്ടന്റ് ജനറേറ്റ് ചെയ്യരുത്. നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിൻ്റെ ചോയ്സും പ്രിഫറൻസും നീഡും മനസ്സിലാക്കി മാത്രം കോണ്ടന്റ് ജനറേറ്റ് ചെയ്യുക. നിങ്ങൾ കോണ്ടന്റ് ചെയ്യുമ്പോൾ കോണ്ടന്റിൻ്റെ വോയിസും ടോണും എല്ലാം നിങ്ങളുടെ കോണ്ടന്റ് പ്രൊമോട്ട് ചെയ്യാൻ സഹായിക്കും. എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരേ തരത്തിലുള്ള ടോണും വോയിസും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. കൂടാതെ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിന് അനുസൃതമായിട്ടായിരിക്കണം നിങ്ങളുടെ കോണ്ടന്റ് ടോണും സെലക്ട് ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഫാമിലി ഓഡിയൻസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്ലി ആൻഡ് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കോണ്ടന്റ് ജനറേറ്റ് ചെയ്യുക. മറിച്ച് സ്റ്റുഡൻസിനെയൊക്കെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, എൻ്റർടൈനിങ്ങും എൻഗേജിങ്ങും ആയിട്ടുള്ള കോണ്ടന്റ് ജനറേറ്റ് ചെയ്യുക. ദെൻ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ കോണ്ടന്റിൽ നിന്ന് എന്ത് വാല്യൂ ആണ് കസ്റ്റമറിന് കിട്ടുന്നത് അല്ലെങ്കിൽ ടാർഗറ്റ് ഓഡിയൻസിന് കിട്ടുന്നതെന്നുള്ളത് ആദ്യമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ദെൻ പലരിലും കണ്ടുവരുന്ന പ്രത്യേകത എല്ലാ പ്ലാറ്റ്ഫോമിലും ഒരേ തരമുള്ള കോണ്ടന്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പ്ലാറ്റ്ഫോമിനനുസരിച്ചിട്ട് വേണ്ടി കോണ്ടന്റ് ബിൽഡ് ചെയ്യുക. കോറയിൽ നമ്മുടെ കോണ്ടന്റ് സ്ട്രാറ്റജി ആയിരിക്കും ഒരു ഫേസ്ബുക്കിലെ സ്ട്രാറ്റജി ഒരിക്കലും നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ നമ്മുടെ ബ്ലോഗിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ കൊണ്ടുവന്ന ഒരിക്കലും വർക്കല്ല. അപ്പം ഓരോ പ്ലാറ്റ്ഫോമിനനുസരിച്ചുള്ള കോണ്ടന്റ് സ്ട്രാറ്റജി നമ്മൾ ബിൽഡ് ചെയ്യുക. 4ാമത്തെ ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് ആണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. ഇന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അവിഭാജ്യ ഘടകമായിട്ട് സോഷ്യൽ മീഡിയ മാറിയിട്ടുണ്ട്. നിങ്ങൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ കൂടും ബ്രാൻഡിനും ഇൻഡിവിജ്വൽസിനും ബിസിനസ്സിനും എല്ലാം ഒഴിച്ചുകൂടാനുള്ള ഒരു നെസസറി കോമ്പോണൻ്റ് ആയിട്ട് സോഷ്യൽ മീഡിയ മാറിയിട്ടുണ്ട്. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ യുണീക്നെസ് ടാർഗറ്റ് ഓഡിയൻസുമായിട്ട് വളരെ ചീപ്പായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു മീഡിയം ഇന്ന് നിലവിലില്ല എന്നുള്ളതാണ് വാസ്തവം. ഇന്ന് ഓരോ മാസം 350 കോടി ജനമാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കുന്നത്. ഈ ഒരൊറ്റ കണക്ക് നോക്കിയാൽ മാത്രം മതിയാവും നമ്മളുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ കരിയറിൽ സോഷ്യൽ മീഡിയ എത്രത്തോളം പ്രാധാന്യമാണ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ആണ് വഹിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ. നമുക്ക് എല്ലാവർക്കും സോഷ്യൽ മീഡിയ ചാനൽസ് അറിയാമെങ്കിലും പറയാം. ചില സോഷ്യൽ മീഡിയ ചാനൽസ് ആണ് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ്, ട്വിറ്റർ, ലിങ്ക്ഡിൻ, പിന്നെ ഇന്ത്യയിൽ ബാൻ ചെയ്ത ടിക്ടോക്ക്, ഇതൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആയിട്ട് പറയാം. നമുക്ക് SEO ലോങ് ടൈം വഴി നമുക്ക് ബിസിനസ് കൂട്ടാനാണ് സഹായിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയിട്ടുള്ള സോഷ്യൽ മീഡിയ വഴി ബ്രാൻഡിങ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ നേരെ സൂചിപ്പിച്ച ഇത്രത്തോളം കോടിക്കണക്കിന് യൂസേഴ്സ് ഉള്ളപ്പോൾ നമ്മളുടെ ഒരു പർട്ടിക്കുലർ ഏരിയയിലെ ടാർഗറ്റ് ഓഡിയൻസ് നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് നമ്മുടെ പ്രൊഡക്റ്റ് വിസിബിൾ ആക്കാനും ബ്രാൻഡ് വിസിബിലിറ്റി കൂട്ടാനും അവരുടെ മനസ്സിൽ നമ്മുടെ ബ്രാൻഡ് എപ്പോഴും നിലനിൽക്കുന്ന രീതിയിലൊക്കെ ആക്കാൻ കഴിയും. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിന് നമുക്ക് ആദ്യമേ തന്നെ അവർക്ക് നമുക്ക് ഡയറക്റ്റ്ലി എൻഗേജ് ചെയ്യുന്ന ചാറ്റ്സിലൂടെയും മെസ്സേജസിലൂടെയും കോമൻസിലൂടെയും ലൈക്സിലൂടെയും ഷെയറിലൂടെയും നമ്മളോട് എൻഗേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുള്ളതാണ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രധാന കാര്യങ്ങളുണ്ട്. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റും ആദ്യത്തതും ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സെറ്റ് യുവർ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതാണ്. നമ്മളുടെ എല്ലാം ബ്രാൻഡിൻ്റെ ഗോൾസ് സമയാസമയങ്ങൾ മാറും. ഇനിഷ്യൽ ഡേയ്സിൽ നമ്മൾ ബ്രാൻഡിങ്ങിനായിരിക്കും കൂടുതൽ കോൺസെൻട്രേറ്റ്, പിന്നീട് ലീഡ് ജനറേഷനിലോ സെയിൽസിലോ കൺവേർഷൻസിലൊക്കെ ആയിരിക്കും. അപ്പം എന്ത് തന്നെയാണോ നിങ്ങൾ മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിന് തിരഞ്ഞെടുത്തതിൻ്റെ ഗോളും ഒബ്ജക്റ്റീവും ആദ്യമേ നിങ്ങൾ സെറ്റ് ചെയ്യുക. ആ കോർ ഒബ്ജക്റ്റീവ് അനുസരിച്ചിരിക്കണം മാർക്കറ്റിംഗ് പ്ലാനും മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസൊക്കെ നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് അനലിറ്റിക്സിൽ ഇൻഡെപ്ത് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ ക്യാമ്പയിൻസിൻ്റെ ഡേറ്റ നിങ്ങളുടെ ക്യാമ്പയിൻ്റെ സക്സസ് പറഞ്ഞാൽ അല്ലെങ്കിൽ ക്യാമ്പയിൻ്റെ പോരായ്മകൾ പറഞ്ഞുതരും. ആ ക്യാമ്പയിൻ്റെ പോരായ്മകളും അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയുള്ള റീസൺസും അനലൈസ് ചെയ്തിട്ട് വേണം പിന്നീടുള്ള മാർക്കറ്റിംഗ് ക്യാമ്പയിൻസും പ്ലാൻസും സ്ട്രാറ്റജീസും ഒക്കെ ബിൽഡ് ചെയ്യാനായിട്ട്. നിങ്ങളെപ്പോഴും നിങ്ങളുടെ സോഷ്യൽ മീഡിയ കണ്ടൻറ്റ് ഏത് ടൈപ്പ് ഓഫ് ഓഡിയൻസാണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത്, അവർ മന്ത്ലി എത്ര പ്രാവശ്യം അതിൽ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്, ലൈക്കോ ഷെയറോ ഒക്കെ ചെയ്യുന്നുണ്ട്, അവർ ഏത് ടൈപ്പ് ഓഫ് മീഡിയയിലാണ്, ലിങ്ക്ഡിനിലാണോ, കോറയിലാണോ, ഫേസ്ബുക്കിലാണോ, വാട്സപ്പിലാണോ, ഇൻസ്റ്റാഗ്രാമിലാണോ,
ഏറ്റവും കൂടുതൽ നിങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്, ഏത് ടൈപ്പ് ഓഫ് കോണ്ടൻറ്റാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻഡെപ്തായിട്ട് അനലൈസ് ചെയ്യുക. ദെൻ സോഷ്യൽ മീഡിയയിൽ ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് കൊളാബറേറ്റ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് നിങ്ങളുടെ മേഖലയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് വാച്ച് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കോണ്ടൻറ്റ്, ആ മേഖലയിൽ ഇൻഫ്ലുവൻസ് ആരാണോ അവരുമായിട്ട് കൊളാബറേറ്റുള്ള കോണ്ടൻറ്റ്സ് ജനറേറ്റ് ചെയ്യുക. ഇത് നിങ്ങളുടെ ബ്രാൻഡ് വിസിബിലിറ്റി എളുപ്പത്തിൽ കൂട്ടാൻ സഹായിക്കും. അഞ്ചാമത്തെ മാർക്കറ്റിംഗ് മെത്തഡോളജിയാണ് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇമെയിൽ മാർക്കറ്റിംഗ് ഇന്ന് ഏറ്റവും കൂടുതൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് തരുന്ന, എന്നാൽ കേരളത്തിൽ അധികം ബിസിനസ് ആരും അഡോപ്റ്റ് ചെയ്യാത്തൊരു മാർക്കറ്റിംഗ് മെത്തഡോളജി കൂടിയാണ്. പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കോണ്ടൻറ്റ്സ് ഇമെയിൽസ് അയച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കൺവേർഷൻസ് കൂട്ടാൻ കഴിയുമെന്ന് മാത്രമല്ല, നമ്മളുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ടാർഗറ്റ് ഓഡിയൻസിനെ നമുക്ക് ഹാർഡ് കോർ ഫാൻസ് വരെ ആക്കി മാറ്റാൻ കഴിയും. ഇമെയിൽ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ ഒരുപാട് ഡിസൈൻസ് ഒന്നുമില്ലാത്ത ഷോർട്ടും ടു ദ പോയിൻറ്റും ആയിട്ടുള്ള ടെക്സ്റ്റുവൽ ആയിട്ടുള്ള കോണ്ടൻറ്റ് ഫ്രം ദ ഹാർട്ട് നിങ്ങൾ എഴുതുന്നത് പോലെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് കണക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. രണ്ടാമത് ഇമെയിൽ മാർക്കറ്റിംഗ് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, മൊബൈൽ ഫോൺസിലൂടെയാണ് പലരും ഇന്ന് ഇമെയിൽസ് ആക്സസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇമെയിൽസ് നിങ്ങൾ ഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ദെൻ കസ്റ്റമറിന് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയുന്നതിന് മാത്രമല്ല, ഇൻ ബിറ്റ്വീൻ ബ്രാൻഡ് അവയർനെസ്സിനും അല്ലെങ്കിൽ കോൾ ടു ആക്ഷന് വേണ്ടിയിട്ടുള്ള ഇമെയിൽസും ഉൾപ്പെടുത്തുക. ആറാമത്തെ ടൈപ്പ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ആമസോൺ എന്ന് പറയുന്ന ഒരു മൾട്ടിനാഷണൽ കമ്പനി അല്ലെങ്കിൽ സിറോദ എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫേമൊക്കെ ഉണ്ടാവാനുള്ള ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് ഇന്ന് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് മെത്തഡോളജിയാണ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രൊഡക്റ്റോ സർവീസോ നമ്മുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് തന്നെ ബാക്കിയുള്ള കസ്റ്റമേഴ്സിന് റെഫർ ചെയ്യുന്നൊരു മെത്തഡോളജിയാണ്. നമ്മുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് നമ്മുടെ പ്രൊഡക്റ്റ് ബാക്കിയുള്ളവർക്ക് റെഫർ ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി ആ ബിസിനസ് കൺവേർട്ട് ആവാനുള്ള പോസിബിലിറ്റീസ് ഭയങ്കര കൂടുതലാണ്. സോ ഇന്ന് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് 6 വ്യത്യസ്ത രീതികളെക്കുറിച്ചാണ് മനസ്സിലാക്കിയത്. ഓരോ രീതിക്കും അതിൻ്റെ പ്രത്യേകത ഉണ്ടെന്നും അതെങ്ങനെ ചെയ്യണം എന്നുള്ളതും അതിൻ്റെ എല്ലാം അഡ്വാൻറ്റേജസ് എന്തെന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കി. നമ്മളിന്നത്തെ വീഡിയോയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വളരെ ഇവോൾവിംഗ് ആയിട്ടുള്ള ഫീൽഡാണെന്നും അതിൽ ടാർഗറ്റ് ഓഡിയൻസിനനുസരിച്ചിട്ട് പ്ലാറ്റ്ഫോമിനനുസരിച്ചിട്ട് നമ്മുടെ മാർക്കറ്റിംഗ് ഒബ്ജക്റ്റീവിനനുസരിച്ച് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസും മാർക്കറ്റിംഗ് പ്ലാനും ഒക്കെ വേണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മെത്തേഡ്സും അതിൻ്റെ യുണീക്നെസ്സും സ്ട്രെങ്സും അതിൻ്റെ അഡ്വാൻറ്റേജസും അത് ഏതൊക്കെ അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ മനസ്സിലായി. ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നവർക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും ഒക്കെ ഇതിൻ്റെ റൈറ്റ് മിക്സ് സ്വന്തം പ്രൊഡക്റ്റിനോ ബ്രാൻഡിനോ വേണ്ടി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സോ സെറ്റ് ഓഫ് സ്ട്രാറ്റജീസോ മാത്രമല്ല, അത് എവർ ഇവോൾവിംഗ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. സക്സസ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യണം എന്നുള്ള എപ്പോഴും അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കണം. സ്ട്രാറ്റജിക് പ്ലാനിങ് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒപ്റ്റിമൈസേഷൻ ചെയ്യണം. ഈ വീഡിയോ ഇതുവരെ കണ്ടോ എല്ലാവർക്കും നന്ദി. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോയ്ക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ കരിയർ കോഡിങ്ങും നോൺ കോഡിങ്ങും ഈവൻ +2 കഴിഞ്ഞവർക്ക് പോലും ചെയ്യാൻ കഴിയുന്നതാണ്. സോ നിങ്ങൾക്ക് +2 കഴിഞ്ഞിട്ട് ഒരു IT ജോബ് നേടണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് വിത്ത് us at 9746123. എഡ്യൂറിലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഏതൊരാൾക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന പ്രാക്ടിക്കലായിട്ട് ചെയ്യിപ്പിക്കുന്നതാണ്. കൂടാതെ ഒരു പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്ക് അങ്ങനെ ജോലി നേടണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് വിത്ത് us at 9746123. താങ്ക് യു.